വൈ ബിറ്റ് കോയിൻ, വാട്ട് ഈസ് ബിറ്റ് കോയിൻ, ഹൗ ഇറ്റ് വർക്ക്. നമ്മളിപ്പോൾ പോപ്പുലറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ നമുക്കിന്ന് ഇതിനെ പറ്റിയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ മാർക്കറ്റിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. ഈ ബിറ്റ് കോയിൻ്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത് സതോഷി നാക്കോമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. അനോണമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ വ്യക്തി ആരാന്ന് ഇതുവരെയായിട്ടും ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. ഇദ്ദേഹം ഇന്റർനെറ്റിൽ ബിറ്റ് കോയിൻ ആഡ് ചെയ്തതെന്ന് പറയുന്നത് January 3, 2009 ആഡ് ചെയ്തത്. ഇനി വൈ ബിറ്റ് കോയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് ബിറ്റ് കോയിൻ ഓവർ ഫിയറ്റ് കറൻസി. ഫസ്റ്റ് പോയിന്റ് ഡീസെൻട്രലൈസേഷൻ. നമുക്കറിയാം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയോ കാര്യങ്ങളോ ബിറ്റ് കോയിനെ കൺട്രോൾ ചെയ്യാനില്ല. നമ്മൾ നേരെ ഫിയറ്റ് കറൻസീൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൻ്റെ അണ്ടറിലുള്ള ഒരു കറൻസിയാണ് ഫിയറ്റ് കറൻസി. എന്തുകൊണ്ടും ഫിയറ്റ് കറൻസിനെക്കാട്ടും ക്രെഡിബിലിറ്റി കൂടുതലുള്ളത് ഡീസെൻട്രലൈസ്ഡ് കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിനാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സപ്ലൈ. നമുക്കറിയാം ബിറ്റ് കോയിൻ ആകെ ടോട്ടൽ സപ്ലൈ ഉള്ളതെന്ന് വെച്ചാൽ 21 മില്യൺ കോയിൻസേ ഉള്ളൂ. അതൊരാൾക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റില്ല. നമ്മൾ നേരെ ഫിയറ്റ് കറൻസീൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു രാജ്യത്തിന് വീണ്ടും കറൻസി വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊരു 200 റുപ്പീസിനുള്ളൊരു വാല്യൂ ഇന്നത്തെ ഒരു 200 റുപ്പീസിനില്ല. പക്ഷേങ്കിൽ ഈ ലിമിറ്റഡ് സപ്ലൈ ഉള്ള ഈ ബിറ്റ് കോയിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അന്നൊരു ബിറ്റ് കോയിനുള്ള റേറ്റ് അല്ല ഇന്ന്. അത്രയും ഒരു ഹൈപ്പിലേക്ക് എന്താവുന്നുണ്ട്, റേറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. എല്ലാവരും ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യാനുള്ളൊരു മെജോറിറ്റി റീസൺ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ലിമിറ്റഡ് സപ്ലൈ ആയതുകൊണ്ടാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ട്രാൻസാക്ഷൻ ഫീസ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അടക്കം എന്ത് ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിലും കമ്പാരിറ്റീവ്ലി ടു ട്രഡീഷണൽ ബാങ്ക് ബിറ്റ് കോയിനിൽ ലോ ട്രാൻസാക്ഷൻ ഫീസാണ്. അപ്പം ബിറ്റ് കോയിൻ യൂസ് ചെയ്യുന്നത് അവിടെയും നമുക്ക് എന്താണ് ഒരു മെറിറ്റായി മാറുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് ഫാസ്റ്റ് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ബാങ്ക് പേയ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കാട്ടും ഫാസ്റ്റായിട്ട് എന്താകുന്നുണ്ട് ബിറ്റ് കോയിനിലൂടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം ബിസിനസ് ആയാലും ട്രേഡ് ആയാലും എന്തൊരു കമ്മോഡിറ്റി പർച്ചേസിങ് ആയാലും എല്ലാം നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു അസറ്റാണ് എന്ത് ബിറ്റ് കോയിൻ. ഫിഫ്ത്ത് പോയിന്റ് സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി. നമുക്കറിയാം ബിറ്റ് കോയിനത്തെ ഓരോ ട്രാൻസാക്ഷനും പബ്ലിക് ബ്ലോക്ക് ചെയിൻ്റെ അതാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഓരോരോ ട്രാൻസാക്ഷനും നമ്മളെപ്പോലത്തെ ഓരോരോ ഇൻഡിവിജ്വലിനും പോയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ബിറ്റ് കോയിൻ്റെ ട്രാൻസാക്ഷൻ മച്ച് മോർ ട്രാൻസ്പാരൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബിറ്റ് കോയിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വേൾഡിൽ തന്നെ നമ്പർ 1 ടെക്നോളജി ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതേപോലെ ക്രിപ്റ്റോഗ്രാഫി ടെക്നോളജി പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്താകുന്നത് ബിറ്റ് കോയിൻ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ സെയിം ടെക്നോളജിയാണ് നമ്മളെ മെറ്റയായ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പം ബോബ് എന്ന് പറഞ്ഞ ഒരാൾ ആലിസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ അവിടെ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം അതൊരു കോഡായി മാറും. പിന്നെ ആലിസിന് അത് റിസീവ് ആയാലേ അതെന്താവുള്ളൂ ഡീകോഡ് ചെയ്ത് മെസ്സേജിലേക്ക് മാറുള്ളൂ. ഈ സെയിം ടെക്നോളജിയാണ് നമ്മളെ ബിറ്റ് കോയിനും അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ എ ഡിജിറ്റൽ ഡാറ്റാബേസ് ഓർ എ ലെഡ്ജർ. ബിറ്റ് കോയിൻ നടത്തുന്ന ഓരോരോ ട്രാൻസാക്ഷനും അതിൻ്റെ ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡഡ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ബ്ലോക്ക് ചെയിനിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് കോയിൻ ഇത്ര കാലം നടത്തിയ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ആയിരിക്കും എത്ര ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്താക്കാം ബിറ്റ് കോയിൻ്റെ ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിറ്റ് കോയിൻ മൈനിങ്. ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ട്രാൻസാക്ഷൻ ഓൺ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ ബൈ സോൾവിങ് മെക്കാനിക്കൽ പസിൽസ്. ബിറ്റ് കോയിനിൽ നടക്കുന്ന ഓരോരോ ട്രാൻസാക്ഷനും മെക്കാനിക്കൽ പസിൽസ് ആയിട്ട് ഈ മൈനേഴ്സിൻ്റെ അടുത്തേക്ക് വരും. മൈനേഴ്സ് ഈ കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ പസിൽസിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്തിട്ട് അതെന്താക്കും ഈ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോഴാണ് ഒരു ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. ബിറ്റ് കോയിനിൽ ഹാക്കിങ് നടക്കില്ല എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് ഒരു ട്രാൻസാക്ഷൻ കാണുവാണെങ്കിൽ മൈനേഴ്സ് അതെന്താക്കും ആ ട്രാൻസാക്ഷൻ റിജക്റ്റ് ചെയ്യും. അതോടെ അവിടെ ഹാക്കിങ് നടക്കില്ല. ഇനി മൈനേഴ്സ് ഇത് ചെയ്യുന്നതിന് പകരം ഈ പസിൽസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ അവർക്ക് റിവാർഡായിട്ട് ബിറ്റ് കോയിന് കൊടുക്കും. ബിറ്റ് കോയിൻ ഹാൽവിങ്. 4 വർഷം കൂടുമ്പോൾ നമ്മൾ മൈനേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റ് എന്താവുമെന്ന് വെച്ചാൽ 50% ആയിട്ട് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ 2009 ഒരു ബ്ലോക്ക് ചെയിൻ ഫിനിഷ് ചെയ്ത ഒരു മൈനറിന് 50 ബിറ്റ് കോയിനാണ് കൊടുത്തെങ്കിൽ അവിടെ നിന്ന് 4 വർഷം കഴിഞ്ഞേരം അത് 50% ഡിക്രീസ് ചെയ്തിട്ട് 25 ബിറ്റ് കോയിനിലേക്ക് എത്തിച്ച്. ഇനി അടുത്ത ഹാൽവിങ് നടക്കാൻ പോകുന്നത് വെച്ചാൽ 2028 ഓരോരോ ഹാൽവിങ് നടക്കുമ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന ബിറ്റ് കോയിൻ്റെ സപ്ലൈ ഓരോരോ 4 വർഷം കൂടുമ്പോൾ ഡിക്രീസായി വന്നുകൊണ്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഹാൽവിങ്ങിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നത്. 2010 മുതൽ 2024 വരെയുള്ള ബിറ്റ് കോയിൻ്റെ പ്രൈസ് ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോൾ ബിറ്റ് കോയിൻ എത്രത്തോളം ഗ്രോത്ത് വന്നത് നമുക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 2024-25 ടൈം ആയാലും കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ബിറ്റ് കോയിൻ ഓവർ പ്രൈസ്ഡ് അല്ലേ, ഇപ്പം വാങ്ങാൻ പറ്റിയ ടൈമാണോ? സ്റ്റിൽ ബിറ്റ് കോയിൻ വാങ്ങാൻ പറ്റിയ ടൈമാണ്.
ടോട്ടൽ വേൾഡിൻ്റെ പോപ്പുലേഷൻ്റെ 6.7% ആളുകളെ ഇപ്പോൾ ബിറ്റ്കോയിനിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് നാളെ ഒരു 30%, 40%ലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കാത്തത്ര വലിയൊരു ഗ്രോത്ത് ആ ബിറ്റ്കോയിൻ്റെ അകത്തേക്ക് വരിക. എത്ര പെർസെൻറ്റേജ് ആളുകൾ ബിറ്റ്കോയിനിൽ വന്നാലും ടോട്ടൽ സപ്ലൈ 21 മില്യണേ ഉള്ളൂ എന്നാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പം മാക്സിമം നമുക്കാവുന്ന രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്ററായിട്ട് ബിറ്റ്കോയിനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലോങ് ടേം ഇൻവെസ്റ്ററായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് SIP, ഒന്ന് ലംസം മെത്തേഡ്. SIP എന്ന് പറയുന്നത് മന്ത്ലി നമ്മളെ സാലറീൻ്റെ ഒരു ഫിക്സഡ് എമൗണ്ട് മാർക്കറ്റ് കണ്ടീഷനും ഒന്നും നോക്കാതെ കറക്റ്റായ എമൗണ്ട് എന്താക്കുക ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്ത് പോവാം. ലംസം മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇതാണ് മാർക്കറ്റിലെ ഏറ്റവും നല്ല കണ്ടീഷൻ, ഈ ഡിസ്കൗണ്ട് റേറ്റ് അതിന് ബിറ്റ്കോയിന് കിട്ടൂലാന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ ഹ്യൂജ് ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം ലോങ് ടേമിലേക്ക് പർച്ചേസ് ചെയ്യാം. അവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ അനലൈസ് ചെയ്തിട്ട് ലംസം മെത്തേഡിൽ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഷോർട്ട് ടേമിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ട് സെല്ലിങ് ആൻഡ് ബൈങ് നടത്തുന്ന ഒരാൾ ട്രേഡറാണ്. ഒരു ട്രേഡർ ആവണമെങ്കിൽ നമുക്ക് ബോത്ത് ടെക്നിക്കലി ആൻഡ് ഫണ്ടമെൻ്റലി നല്ലൊരു നോളജ് വേണം. ടെക്നിക്കൽ അനലൈസിൻ്റെയും ഫണ്ടമെൻ്റൽ അനലൈസിൻ്റെയും ബേസിക് വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും.